ഞാൻ ജയിച്ചപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിച്ച എന്റെ ഡ്രസ്സ് വരമാല പ്രിസർവ് ചെയ്തതാണ്. ചെറിയ വട്ടമാണ് ഈ സിനിമ. എന്റെ ഹസ്ബൻഡ് എനിക്ക് കല്യാണത്തിന് മുന്നേ ഗിഫ്റ്റ് ചെയ്തതാണ്. കൊണ്ടുവരുന്നത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കും എല്ലാ സാധനങ്ങളും. ഇത് വേറെ ട്രൈപ്പോഡാണ്. ഇതും എന്റെ ഹസ്ബൻഡിന് കല്യാണത്തിന് മുന്നേ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതേ ഷേപ്പിൽ ഇതേ സാധനം തന്നെ എനിക്ക് വേണം. അങ്ങനെ ഞാൻ അത് തന്നെ എടുത്തിട്ട് വന്നു. ഞാനൊരു വലിയ പ്രാന്തിയാണ്. നല്ല എന്റെ അച്ഛൻ വലിയൊരു പണി എനിക്ക് തന്നു. ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു ആര്യസ് കോപ്പൈൻസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഏതാ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നും തിരുവല്ലയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒരു 11:30 11:45 ഒക്കെ ആവും. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറില്ലേ ഈ ഭർത്താവിന്റെ വീട്ടിൽ ബൈ ദ ബൈ എന്റെ വീട് പുതിയതായിട്ട് ആൾക്കാർ അതിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്റെ വീട് ട്രിവാൻഡ്രമാണ്, എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് തിരുവല്ല. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്ന കഥയാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഈ റീൽസിലൊക്കെ കാണത്തില്ലേ ഭാര്യമാര് സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പം അമ്മ ഇത് കൊള്ളാം, ഇത് ഞാൻ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ഓരോന്ന് എടുത്തോണ്ടിരുന്ന പാറിയിലൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീട്ടിൽ പോയി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇട്ട ഡ്രസ്സ് ഒരു ബാഗ്, ആ ബാഗിനകത്ത് എൻ്റെ സ്കിൻ കെയർ മേക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു കുറേ സാധനങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണോ നിങ്ങളൊന്ന് കാണിച്ചാലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഇത് കുറേ കുട്ടി കുട്ടി കവറിലാക്കി ഞാൻ, കാരണം എൻ്റെ ട്രൈപ്പോഡ് ഓക്കെ ചെറിയ ചെറിയ കവറിലാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രോളി ഞാൻ ഓൾറെഡി ഇവിടെ കൊണ്ട് നേരത്തെ വെച്ചായിരുന്നു. പിന്നെ എല്ലാ പെട്ടികളും കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കൂടെ കുത്തി നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദേവ് എന്നാണ് കേട്ടോ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലാണ് ആര്യസ് കോപ്പൈൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു കവർ കാണിച്ചു തരാം. ഇതിനകത്ത് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഇത് ഈ സാധനം എൻ്റെ വെയിൻ സ്കെയിലാണ്. എൻ്റെ അല്ല വീട്ടിലുള്ള റെഡ്മിയുടെ വെയിൻ സ്കെയിലാണ്. ഇത് അടിപൊളി സാധനമാണ്. നിങ്ങൾ നല്ല അടിപൊളി ഇതിൻ്റെ കളറൊന്നും ഇപ്പോൾ നോക്കണ്ട. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ വല്ലാണ്ടായിപ്പോയി. ഇത് റെഡ്മിയുടെ വെയിൻ സ്കെയിലാണ്. അടിപൊളി സാധനം, ഡിജിറ്റൽ വെയിൻ സ്കെയിലാണ്. അപ്പം ഞാൻ കൂടെ ഡയറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ സമയത്ത് എനിക്ക് വെയിൻ സ്കെയിൽ ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ രീതിയിൽ വെയിറ്റ് എടുക്കും. നിങ്ങൾ ഡിജിറ്റൽ വെയിൻ സ്കെയിലാണ് വെയിറ്റ് എടുക്കുന്നത്, അത്ര കാര്യമായിട്ട് നിങ്ങൾ ഹെൽത്ത് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിജിറ്റൽ വെയിൻ സ്കെയിൽ മേടിക്കുകയും വേണം. ഇന്ന സമയത്ത് തന്നെ വെയിറ്റ് നോക്കുകയും വേണം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ചേഞ്ച് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ കവറിനകത്തുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ്സ്, കുറച്ച് ഫയല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനെടുത്ത് കാണിക്കുന്നില്ല. അതുണ്ട്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വന്ന് കയറി ഫുഡും കഴിച്ചിട്ട് റൂമിലോട്ട് ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. കാരണം എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനങ്ങൾ അടുക്കി പെറുക്കി അതിൻ്റെതായ സ്ഥലത്ത് വെക്കണം, അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കവറിനകത്ത് ജയലക്ഷ്മി സിൽക്സ്. ഓക്കെ, ഇത് ആക്ച്വലി കല്യാണ സമയത്ത് എനിക്ക് ഇവിടുന്ന് മമ്മിയും പപ്പയൊക്കെ എടുത്തുന്ന മോൻചേട്ടൻ എടുത്തുന്ന ഒരു സാരിയാണ്. നല്ല സാരി, നല്ല കളർ. ഈ നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി പച്ചയാണ്, നല്ല കിട്ടുക്കും പച്ചയും ഒരു മെറൂണുള്ള സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് അയച്ചിട്ടുള്ള. പിന്നെ ഇതൊരു നല്ലൊരു പച്ച, ഇതൊരു പച്ചാണല്ലേ, ലൈറ്റ് പച്ച കളർ ഒരു സാരീൻ്റെ ബ്ലൗസിൻ്റെ മെറ്റില്ല. പണ്ട് ഞാൻ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി തുണി എടുത്ത, പക്ഷെ ഇവരെ തയ്പ്പിച്ചില്ല. ഇവിടെ ഒരു ചേച്ചി നന്നായിട്ട് തയ്ച്ചു തരും, അങ്ങനെ എടുത്ത. ഇത് ആക്ച്വലി ഞാനും മോനിഷേട്ടനും കൂടെ ലുലു സെലിബ്രേറ്റ് നമ്മുടെ ട്രിവാൻഡ്രത്ത് കല്യാണത്തിന് മുന്നേ കറങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് മോനിഷേട്ടൻ എടുത്ത് തന്നൊരു സാരിയാണ്. ഇത് ആക്ച്വലി നല്ല രസമാണ്. ഇതിൻ്റെ കളർ ഓറഞ്ചും അല്ല മഞ്ഞയും അല്ല റെഡും അല്ല എന്നുള്ള റെഡല്ല, ഒരു ഇതിൻ്റെ മുന്നേ മിക്സ് ആയിട്ടുള്ളൊരു കളറും താഴെ ഒരു പച്ച, അതും പച്ചയല്ലേ. പക്ഷേ ഇതിന് ക്യാമറയിൽ ആക്ച്വലി അത്ര രസമായിട്ട് തോന്നുന്നില്ല, പക്ഷെ അടിപൊളി സാരിയാണ്. അപ്പോൾ ആ സാരി ഇതുപോലെ ഇവിടെ ഇട്ടിട്ടൊന്നുമില്ല, ഇനി ഇടുകയും വേണം. അപ്പോൾ അത് പിന്നെ ഇതിനകത്ത് ഞാൻ നമ്മുടെ ഈസി ബൈ നിന്ന് മേടിച്ചൊരു നൈറ്റ് ഡ്രസ്സ് പുതിയതാണ്, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. അടുത്തത് ഞങ്ങൾ തായ്ലൻഡിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചൊരു ബാഗാണ്. അപ്പോൾ ഇതിനകത്താണ് മെയിൻ സാധനങ്ങൾ. എൻ്റെ ചാർജർ, അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ്, അറിയാമല്ലോ.
പിന്നെ അടുത്ത ഞാൻ കൊണ്ടുവന്ന സാധനമാണ് എൻ്റെ ട്രൈപോഡ്. ആ ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഈ ട്രൈപോഡ് എൻ്റെ അച്ഛൻ വലിയൊരു പണി എനിക്ക് തന്നു. ഈ ട്രൈപോഡിൻ്റെ നട്ടും ബോൾട്ടും എല്ലാം ഇളക്കി കുഞ്ഞാക്കിയാണ് തന്നത്. ഞാൻ ഇവിടെ വന്ന് നട്ടും ബോൾട്ടും വെച്ചിട്ട് ശരിയാവുന്നേ ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഫോൺ ഇതിലിങ്ങനെ വെച്ചേക്കുന്നത്. ഒന്ന് ആംഗിൾ സെറ്റ് ചെയ്താൽ ഫോൺ തറ വീഴും. ഓക്കെ, ഇതെൻ്റെ സെക്കൻഡറി ഫോൺ, സാംസങ് S10 Plus. എൻ്റെ ഹെഡ്സെറ്റ് അടുത്തതാണ് മറ്റേ ഉർവശി മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഞാൻ ജയിച്ച ആദ്യമായിട്ട് ഉപയോഗിച്ച എന്റെ ഡ്രസ്സ്. ചുമ്മാ ഗൈസ്, മണ്ണം. സത്യത്തിൽ ഇത് ആക്ച്വലി നമ്മുടെ മാഷൂട്ടനില്ലേ, മാഷൂട്ടന്റെ ഡ്രസ്സാണ് എനിക്ക് കിങ്ങിണി ചേച്ചി തന്നത്. ഇതിൽ സെബാമിഡിന്റെ പൗഡർ. മാഷൂട്ടൻ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മാഷു എന്ന് പറയുന്നത് അയാൻ അനുദേവ്, അതായത് എൻ്റെ ചേട്ടൻ അനുദേവിന്റെ മോനാണ്, കിങ്ങിണി ചേച്ചിയുടെയും. അപ്പം മാഷിന്റെ കുട്ടി ഉടുപ്പ ഇപ്പൊ അവനത് കയറത്തില്ല. അപ്പൊ മാഷൂട്ടന് വേണ്ടി എനിക്കിത് ചേച്ചി തന്നിട്ട് പോയപ്പോ ചേച്ചി ഇതിനകത്ത് സെബാമിഡിന്റെ പൗഡർ ഫുള്ള് തൂകിയിട്ട് തന്നപ്പം അവന്റെ മണമാണ്. അപ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് തിരുവല്ല വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയേ. അപ്പൊ ഇത്തവണ വന്ന് ഞാൻ മണിച്ചപ്പോൾ സെബാമിഡിന്റെ പൗഡറൊക്കെ പോയി അതൊന്ന്. അപ്പൊ ഞാൻ ഇത്തവണ എടുത്തിട്ട്, അതാണ് ഇവിടെ ആക്ച്വലി സ്ട്രോബെറി കാണുന്നില്ല, കാരണം അവിടെ ഫുൾ ഞാൻ പൗഡർ ഇട്ടേക്കുക. ഇതും ഇതിന്റെ അടിയിലൊക്കെ പൗഡറാണ്, കുറേ പൗഡർ മാതിരി ഞാൻ ഇട്ടു. ഇതും കണ്ടത് നല്ല മണ. അപ്പൊ അതാണിത്. ഇതുപോലെ ഞാൻ കൊണ്ട് അലമാരി വെക്കുക. ഇത് ഫുള്ള് പൗഡറാണ്, എൻ്റെ പാൻറ്റിലെല്ലാം വീണോണ്ടിരിക്കുക. മടക്കി വെച്ചു. പിന്നെ ഇത് ബഡ്സ്, എൻ്റെ ഒരു ടാബ്ലറ്റ്, പിന്നെ ഇതിന്റെ പേഴ്സാണ് ഗൈസ്. ഇത് ഐപാഡാണ്. ഇത് മോനും എനിക്ക് തന്നിട്ട് പോയതാണ്. മോനും ആരാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണ് ഗൈസ്. ഓക്കെ, അടുത്തത് ഇതെന്റെ കുറച്ച് ഡ്രസ്സാണ്. ഇത് അടുത്ത ഡ്രസ്സ് ഞാൻ വെറുതെ ഇങ്ങനെ കൈ കിട്ടിയ കുറേ ജീൻസിന്റെ ടോപ്പ് ഇങ്ങനെ എടുത്തോണ്ട് വന്നു. പിന്നെ ഇത് എൻ്റെ തലയിൽ തേക്കുന്ന ഒരു സിറമാണ്, ഹെയർ ഗ്രോത്തിന്റെ. പിന്നെ ഇത് നിറച്ച് എൻ്റെ സ്കിൻ കെയർ സാധനങ്ങൾ. ഇത് കാണുന്നുണ്ട്, സൺസ്ക്രീൻ, അത് ഇത് അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ടോയ്ലറ്ററീസ് ആണ്. നമ്മൾ മറ്റേ ഷാമ്പൂ, കണ്ടീഷണർ, അങ്ങനത്തെ സാധനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷേവിങ് സെറ്റുകളാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് മോനിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് എനിക്ക് ആവശ്യം, അതെല്ലാം മേടിച്ച് വെച്ചു. പക്ഷെ ഞാൻ ഷേവിങ് സെറ്റ് പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിലിരുന്ന് എല്ലാ ഷേവിങ് സെറ്റും എടുത്തിട്ട് പോകുന്നു ഞാൻ. അപ്പോൾ ഈ ബാഗിനകത്ത് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു കവർ നിറച്ച് ഓർഗനൈസേഴ്സ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓർഗനൈസേഴ്സ് ഇങ്ങനെ ഭ്രാന്തുണ്ടോ? ഞാനൊരു വലിയ ഭ്രാന്തിയാണ്. അതെ, ഇതുപോലത്തെ കുറേ ഡപ്പകൾ. ഇത് എൻ്റെ വീട്ടില് എൻ്റെ ബാത്റൂമിൽ ഓർഗനൈസർ, വേറൊരു ഓർഗനൈസറിനകത്ത് ഈ ഓർഗനൈസർ വെച്ചിട്ടാണ് ഷേവിങ് സെറ്റ് ഇട്ടിരുന്നത്. ഇതിനകത്ത് ബ്രഷ്, പേസ്റ്റ്, സൺക്ലീനർ, ആ സാധനം ഇട്ടിരുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതേ ഷേപ്പിൽ ഇതേ സാധനം തന്നെ എനിക്ക് വേണം. അങ്ങനെ ഞാൻ അത് തന്നെ എടുത്തിട്ട് വന്നു. പിന്നെ ഇതൊരു ബോഡി ലോഷൻ പോലത്തെ, ഇത് ബഡ്സ് ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നത്. എൻ്റെ വീട്ടിൽ ബഡ്സ് ഇട്ട് വെച്ചിരുന്ന സാധനം അതുപോലെ എടുത്തിട്ട് വന്നേ. കാരണം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ, അവിടെ വേറെ അറിയില്ലല്ലോ. പിന്നെ ഒരു ഷീപ്പ് ഇതേം പുതിയതായിട്ട് മേടിച്ചതാണേ. പിന്നെ ഇതൊരു പാക്കറ്റ് ക്ലിപ്പ്, ഇത് ഷുഗറിന്റെ ലൂസ് പൗഡർ, ഒരു പാക്കറ്റ് സേഫ്റ്റി പിൻ. ഇതൊക്കെ ഇനി തിരിച്ചെടുത്ത് വെക്കണമല്ലോ നാളേക്കും വിടാം. ഇത് ടൂത്ത് പിക്ക്. പിന്നെ രണ്ട് ഓർഗനൈസർ, ഒരുപോലത്തെ രണ്ട് ഓർഗനൈസേഴ്സ്. ഈ ഓർഗനൈസർക്ക് ഭയങ്കര വില കുറവാണ്. അതായത് ഒരു 20 rupees, 30 rupees, 35 അങ്ങനെയൊക്കെ ഉള്ളൂ. കാരണം അത് എടുത്ത് പറയാൻ കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർഗനൈസേഴ്സിന്റെ പ്രാന്തായതുകൊണ്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഓർഗനൈസർ ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ പതുക്കെ നമുക്ക് ഇവിടെ കടയൊന്നും അറിയത്തില്ലല്ലോ, പുതിയ ജില്ലയല്ലേ. അപ്പം ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴുണ്ട് 1000 രൂപ, 5 ഓർഗനൈസർ 1000 രൂപ അങ്ങനെ കിടക്കുന്നു. ഞാൻ വെച്ച് വേണ്ട. പിന്നെ ഇതൊരു സെറ്റ് ക്ലിപ്പ്. ഈ ക്ലിപ്പൊക്കെ മേടിച്ചിട്ട് വർഷങ്ങളായി വീട്ടിൽ. ഇഷ്ടംപോലെ ക്ലിപ്പ് ഇനിയും ഇതുപോലെ സെറ്റ് ഉണ്ട്. ഒരു ജീവിതകാലത്തിന് മൊത്തമുള്ള ക്ലിപ്പുണ്ട്. ഞാൻ സൂക്ഷിച്ച് വയ്ക്കും എല്ലാ സാധനങ്ങളും. അപ്പം ഞാനതൊന്ന് ഒരു ക്ലിപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരു സെറ്റ്. ഇതുപോലെ കുറേ ഓർഗനൈസർ. ഇത് എൻ്റെ വീട്ടിൽ ഇതുപോലെ കണ്ട അഴുക്ക് കുറച്ച് ഇരിപ്പുണ്ട്, തുടക്കം ഇതുപോലെ ഇരുന്ന് ഓർഗനൈസറാണ്. ഞാൻ സാധനം മാറ്റിയിട്ട് ഇങ്ങനെ എടുത്തു. പുതിയ മേടിച്ചതല്ല, കുറേ പുതിയത് മേടിച്ചതാണ്. ഇത് പുതിയത് മേടിച്ചതാണ്. ഇത് വാഷ്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അല്ല, വാഷ്റൂമിലൊക്കെ അല്ല, മുടി ഇട്ട് വെക്കാൻ വേണ്ടിയില്ല. മുടി നമ്മൾ ഉറക്കിറക്കുമ്പോൾ മുടിയൊക്കെ വീഴത്തില്ലേ. അപ്പോൾ അതിനെ ചുറ്റിയെടുത്തിന് വേസ്റ്റ് ബാസ്ക്കറ്റ് തപ്പി നടക്കണ്ട. അപ്പോൾ അത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാലത്തിന് ഇടാമല്ലോ. ചെറിയ വട്ടമാണ് ഈ സെൻറ്റി. ഇതും പുതിയതായിട്ട് മേടിച്ചതാണ്. ഇതിനൊക്കെ ഓരോ പേർപ്പസ് ഉണ്ട്. ഞാൻ വെറുതെ കാണുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഒന്നും മേടിക്കത്തില്ല. ഇത് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ രണ്ട് ഓർഗനൈസേഴ്സ് ആണ്. അടിപൊളിയാണ്, ഭയങ്കര കോമ്പാക്റ്റ് ആണ്. എന്താണ്
നല്ലതാണ്. ഈ ബാഗാണ്. ഒരുപാട് സമയം വൈകി നമ്മൾ സംസാരിച്ച് പെട്ടെന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ട്രൈപോഡ്, ലൈറ്റ്, മൈക്ക് എല്ലാം ഉള്ളൊരു സെറ്റാണ്. കല്യാണത്തിന് മുന്നേ എൻ്റെ ഹസ്ബൻഡ് മോനും എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് എൻ്റെ മൂക്കുത്തികളുടെ കളക്ഷനാണ്. ഈ വീട്ടിൽ നിങ്ങൾ എടുത്തോണ്ട് വന്നു, ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇടാമല്ലോ. ഇതെൻ്റെ ലിപ്സ്റ്റിക്കുകളാണ്. ഇതെൻ്റെ ഒരു ട്രൈപോഡാണ്. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് വ്ളോഗ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വ്ളോഗ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതെന്റെ ഹെയർ സ്ട്രൈറ്റ്നറാണ് ഗൈസ്. ബൈ ദ ബൈ, ഇതെനിക്ക് വിറക് മേടിച്ചെന്നാണ്. ഇത് മൈക്കാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കല്യാണത്തിന് മുന്നേ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതൊരു ചീർപ്പാണ്. ഒരു കുട്ടി വ്ളോഗറിനെ കിട്ടാൻ പോകുന്നത് കൊണ്ട് നേരത്തെ തന്നെ എല്ലാം മേടിച്ചു. ഇത് എൻ്റെ മോനെ, നിങ്ങൾ ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, റൂം ഫ്രഷ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് 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 ബൈ ആണ്. ബൈ ദ ബൈ, മാംഗോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അധികം പറയാൻ മറന്നു. ഇത് പൈനാപ്പിൾ മാംഗോ എന്നുള്ള ഫ്ലേവറാണ്. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലെ ഒരു എന്താണ് സെൻറ്റഡ് ക്യാൻഡിലാണ്. ഇത് നല്ല പൈസയാണ്. എനിക്ക് തോന്നുന്നു 3500 രൂപ ആ ഒരു റേറ്റ് വരും. അത്രയും വട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതും എനിക്ക് വിറക് മേടിച്ചതല്ല. ഇതെനിക്ക് അനുചേട്ടൻ കിങ്ങിണി ചേച്ചി മേടിച്ചതെന്നാണ്. ഒരു ഓഫർ വന്നപ്പോൾ നമ്മൾ ഖത്തറിൽ പോയില്ലേ, അപ്പോൾ ആ സമയത്ത് മേടിച്ചാണ്. ഇതാണ് സാധനം. കത്തിച്ച് തീരാറായി. ഇതിന് വേറെ വലിയ കഥയുണ്ട്, അത് ഞാൻ വേറെ ഏതെങ്കിലും ബ്ലോഗിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിന് ഒരെണ്ണം, ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് വീട്ടിൽ. അപ്പം തീരാറായത് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. കാരണം ഇത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു ഗുഡ് ഫീലിന് വേണ്ടി ഇങ്ങനെ കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ കുറച്ച് നെയിൽ പോളിഷ് ഉണ്ട് ഗൈസ്. എനിക്കിങ്ങനെ ഭയങ്കര സട്ടിൽ കളേഴ്സൊക്കെ ഇഷ്ടം. കുറച്ച് നെയിൽ പോളിഷ്, പിന്നെ നെയിൽ പോളിഷ് റിമൂവർ. ഓക്കെ, ഇത് ഈ ഒരു സഞ്ചിയാണ്. ഇത് എൻ്റെ ഡ്രസ്സ്, എൻ്റെ തോർത്ത്, എൻ്റെ നിങ്ങൾ ശരിക്കും ഈ നാട്ടിൽ തോർത്ത് കിട്ടൂലെന്ന്. പക്ഷേ തിങ്ങീസായിട്ട് ഈ തോർത്ത് നമ്മുടെ വെള്ളം ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്യും, അടിപൊളിയായിട്ട് അബ്സോർവ് ചെയ്യും. ഇവിടെ കുറേ തോർത്തുണ്ട്, പക്ഷെ അതൊന്നും ഈ തോർത്തിൻ്റെ അത്ര വരത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ് ഗൈസ്. പിന്നെ എന്നെ കുറച്ച് ഡ്രസ്സ്, കുറച്ച് ഇന്നേഴ്സ്. ഇത് എൻ്റെ മേക്കപ്പാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, അത്യാവശ്യം എല്ലാം ഉണ്ട്. പൊന്നോ, എൻ്റെ കട്ടിൽ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാമായി നിർത്തിയിട്ട്. ഇതെൻ്റെ ടോപ്പാണ്. ഞാൻ ആക്ച്വലി മാക്സിന്ന് ഈ ഇടയ്ക്ക് മേടിച്ച ടോപ്പാണ്. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി അതിൻ്റെ എടുത്ത് പറയാനുള്ള ഒരു സാധനമാണ് ഗൈസ് ഇതിനകത്തുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മുടെ കല്യാണത്തിന്റെ വരമാല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിന്റെ മാല നയൻതാരയും ആര്യഭട്ടൊക്കെ ഇട്ടപ്പോഴത്തെ അടിപൊളി മാലയായിരുന്നു. അതായത് റോസാപ്പും വേറെ പൂക്കളൊന്നും അല്ല. ഇത് ആക്ച്വലി മറ്റേ ജിപ്സം ഫ്ലവർ ഇല്ലേ, ജിപ്സം ഫ്ലവറും പിന്നെ മറ്റേ ലൈറ്റ് ഗ്രീൻ കളറുള്ള ഇലകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പൂവിലെ. അപ്പൊ ആ ജിപ്സം ഫ്ലവറാണ് ആക്ച്വലി ഇത്. അതൊരു കട്ട് ചെയ്ത് അടിപൊളിയാക്കി ഇത് ഇങ്ങനെ ചെയ്തിരിക്കുക. പിന്നെ ലീഫ് ഇത് ഇവിടെ ഉണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ബീഡ്സ് ഇത് ടിങ് 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 ഇവിടെ ഫുള്ള് ബീഡ്സ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ പെണ്ണ് കാണലിന്റെ ഡേറ്റ് ആണ്. ഡേറ്റ് ഞാൻ പറയുന്നില്ല. എനിവേ, പെണ്ണ് കാണലിന് എടുത്ത ഫോട്ടോ, പെണ്ണുങ്ങളുടെ ഡേറ്റ്. ഇത് എന്നെ പ്രപ്പോസ് ചെയ്ത റിംഗ് ആണ് കേസ്. ഇത് പ്രപ്പോസ് ചെയ്ത റിംഗ്, ഫോട്ടോ, ഡേറ്റ്. പിന്നെ വളയുടെ ചടങ്ങിന്റെ ഫോട്ടോ, വള, ഡേറ്റ്, അതൊക്കെയാണ് സംഭവം. അപ്പം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മെമ്മറീസ് ആണ്. പിന്നെ എൻ്റെ കല്യാണത്തിന്റെ ഡേറ്റ്, കല്യാണത്തിന്റെ ഫോട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. എൻ്റെ ഇത് ചെയ്തു തന്ന മായ ശ്രീജു എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്. എൻ്റെ കിങ്ങിണി ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ കിങ്ങിണി ചേച്ചി സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി പുള്ളിക്കാരി ഇതെനിക്ക് ചെയ്തു തന്നത്. ഇതിന്റെ കൂടെ ഒരു കീ ചെയിനും കൂടെ ഉണ്ട്, ആദ്യം കാണിച്ചു തരാം, ഞങ്ങളുടെ റൂമിലിടാം. അപ്പൊ അതാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങളുടെ വരുമാനമൊക്കെ പ്രിസർവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. അവർക്ക് ഇൻസ്റ്റ പേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബൈ എനിവേ, താങ്ക് യു സോ മച്ച്. ഇതാണ് ആ കീ ചെയിൻ കേട്ടോ. ഇതിൽ ജസ്റ്റ് നമ്മുടെ ലോഗോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ബൈ ദ ബൈ, അതിനകത്ത് നമ്മുടെ ലോഗോ ഉണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നാട്ടിലൊന്ന് നാട് ശരിയാണ്. എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ രാമചന്ദ്രൻ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇതുപോലെ മമ്മിയുടെ ഫോട്ടോ, മോനിന്റെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് മേടിച്ചായിരുന്നു. ക്യൂട്ടല്ലേ, നല്ലൊരു മെമ്മറിയാണ്. അങ്ങനെ ഇത് അടിപൊളി ഫോട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ്. ഞാനും മോനും ഉള്ളൊരു ഫോട്ടോ ആണ്. ഞങ്ങൾ റിസപ്ഷൻ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഇതും ജസ്റ്റ് ഞാനിങ്ങനെ പ്രിന്റ് ചെയ്തെടുത്തു. ഇത് നമ്മുടെ വരമാല പ്രിസർവ് ചെയ്തതിൻ്റെ സ്റ്റാൻഡാണ്. പിന്നെ ഇത് ഒരു അടിപൊളി സാധനം, നോക്കിക്കോ. ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോയാ. ഇതൊരു മറ്റേ സൈഡ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സാധനം. അതുപോലെ മമ്മിയുടെയും പപ്പയുടെയും ഉണ്ട്. ഇത് കണ്ടോ,
അത്രയായിരുന്നു ഈ കവറിൽ. നമുക്ക് നെക്സ്റ്റ് കവർ എടുക്കാം. നെക്സ്റ്റ് കവറിൽ എൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞല്ലോ ഗൈസ്. ഇങ്ങനെ കിടക്കും. ഇനി എനിക്ക് വൃത്തിയാക്കാനുണ്ട് ഗായ്സ്. എനിക്ക് വൃത്തിയാക്കാൻ ഗായ്സ്. ചുമ്മാതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം വൃത്തിയാക്കാനായിട്ട്. ഓക്കെ, അപ്പം ബൈ നമ്മുടെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പറ്റും ഗൈസ്. അപ്പൊ ഇനി പത്തനംതിട്ടയുള്ള കുറച്ച് വ്ലോഗുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്റെ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം, വീടൊക്കെ കാണിച്ചു തരാം, കാണേണ്ടതാണ് ഗൈസ്. സോ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സൈഡിൽ ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.